ഓക്കെ, ഷോൾ വി സ്റ്റാർട്ട്? സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് സൗണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? ഫസ്റ്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മളെല്ലാവരും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സിമ്പലാണ് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലയാണ് NaCl. NaCl നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സാധനമാണ് NaCl. ആക്ച്വലി ഈ NaCl ഇങ്ങനെ തന്നെ എഴുതണം. നമുക്ക് ClNa എന്ന് എഴുതിക്കൂടെ? NaCl ഇങ്ങനെ തന്നെ എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? ClNa എന്ന് എഴുതിക്കൂടെ? പക്ഷേ ഈ ClNa എന്ന് എഴുതുന്നത് എന്തല്ല, ശരിയല്ല. ഏത് മാത്രമാണ് ശരി? ഇത് മാത്രമാണ് ശരി. എന്തുകൊണ്ട് NaCl ഇങ്ങനെ തന്നെ എഴുതുന്നു? അവിടെ റീസൺ ഉണ്ട്. കാരണം ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് Na, പിന്നെ നമ്മൾ എഴുതുന്നത് Cl. ഈ Na എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് മെറ്റലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ആൾ കാറ്റയോൺ ആണ്. അപ്പോ കെമിക്കൽ സിമ്പിൾ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എഴുതുന്ന ആൾ കാറ്റയോൺ, പിന്നെ എഴുതുന്ന ആൾ ആരാണ്? ആനയോൺ. നമുക്കറിയാലോ Na+ ആൻഡ് Cl-. ഫസ്റ്റ് ആരെ എഴുതും? കാറ്റയോൺ എഴുതും. പിന്നെ ആരെ എഴുതും? ആനയോണെ എഴുതും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കെമിക്കൽ ഫോർമുല തന്നു കഴിഞ്ഞാൽ അറിയാലോ ആരാണ് കാറ്റയോൺ, ആരാണ് ആനയോൺ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോ MgCl2 നമുക്കറിയാം. പേര് ഇങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണ്? Cl2Mg എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? MgCl2. എന്തുകൊണ്ടാണ് MgCl2 എന്ന് എഴുതുന്നത്? കാരണം ഫസ്റ്റ് എഴുതുന്ന ആളാരാ? കാറ്റയോൺ ആണ്. Mg2+, പിന്നെ എഴുതുന്നത് ആരാണ്? ആനയോൺ ആണ്. അപ്പൊ കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ആരെഴുതണം? കാറ്റയോൺ എഴുതണം. പിന്നെ ആരെഴുതണം? ആനയോൺ എഴുതണം. അതേപോലെ നോക്കാം, NaOH. കെമിക്കൽ ഫോർമുല കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും ആരാ ഫസ്റ്റ് എഴുതുന്നത്. ഫസ്റ്റ് എഴുതുന്ന ആളാരാണ്? കാറ്റയോൺ ആണ്. പിന്നെ എഴുതുന്ന ആളാരാണ്? ആനയോൺ ആണ്. Is it clear? അപ്പോൾ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. നമ്മൾ ഒരു കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ആരെയാണ് ഫസ്റ്റ് എഴുതുന്നത്? കാറ്റയോൺ ഫസ്റ്റ് എഴുതും, പിന്നെ ആനയോൺ എഴുതും. അങ്ങനെയാണെങ്കിൽ NaCl-ന്റെ പേരെന്താ? NaCl-ന്റെ പേര് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് അല്ലെ? സോഡിയം ക്ലോറൈഡ് എന്നുള്ളതാണ് പേര്. എപ്പോഴെങ്കിലും NaCl-നെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയാതെ ക്ലോറിൻ സോഡിയം എന്ന് പറയാറുണ്ടോ? ക്ലോറിൻ സോഡിയം പറയൂല. കാരണം അത് തെറ്റാണ്. കാരണം എപ്പോഴും നമ്മൾ പേര് എഴുതുന്ന സമയത്ത് ആരെ ഫസ്റ്റ് പറയണം? കാറ്റയോൺ ഫസ്റ്റ് പറയണം. പിന്നെ ആരെ പറയണം? ആനയോൺ സെക്കൻഡ് പറയണം. ഇനി അങ്ങനെ MgCl2ന്റെ പേരെന്താ? MgCl2ന്റെ പേര് ആരാണ്? ഫസ്റ്റ് Mg, കാറ്റയോൺ ആണ്. പിന്നെ ആരാണ്? ക്ലോറിൻ എന്താണ്? ആനയോൺ ആണ്. അപ്പൊ ആരുടെ പേര് ഫസ്റ്റ് പറയണം? ഫസ്റ്റ് കാറ്റയോൺ, പിന്നെ ആനയോൺ. അപ്പൊ നമുക്ക് പറയാം മഗ്നീഷ്യം ക്ലോറൈഡ്. കാറ്റയോൺ ആയിട്ടുള്ള മഗ്നീഷ്യം ഫസ്റ്റ്, പിന്നെ ആനയോൺ ആയിട്ടുള്ള ക്ലോറിൻ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്തുകൊണ്ടാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുതുന്നത്? ബിക്കോസ് സോഡിയം ഈസ് കാറ്റയോൺ ആൻഡ് OH ഈസ് ആനയോൺ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പേര് കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കെമിക്കൽ നെയിം എഴുതുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ ഫോളോ ചെയ്യുന്ന റൂളാണ് ഫസ്റ്റ് കാറ്റയോൺ ദെൻ ആനയോൺ. ഇത് നമ്മൾ എപ്പോഴാണെങ്കിലും ഫോളോ ചെയ്യുന്നതാണ്. എവിടെ കാറ്റയോൺ ആനയോൺ എവിടെ ഉണ്ടാവുക? അയോണിക് കോമ്പൗണ്ടിൽ. അപ്പൊ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ട്, ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആർക്ക് പേര് കൊടുക്കും? ഫസ്റ്റ് കാറ്റയോൺ വരും, പിന്നെ ആനയോൺ വരും. ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ നെയിം പറയുന്ന സമയത്ത് ഫസ്റ്റ് ആര് വരും? കാറ്റയോൺ വരും, പിന്നെ ആനയോൺ വരും. ദിസ് ഇസ് ദ ഫസ്റ്റ് ബേസിക് ഐഡിയ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കണം. എന്നാൽ സെക്കൻഡ് ബേസിക് പോയിന്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് വിളിക്കാൻ പറ്റില്ല. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പ്രധാനമായിട്ട് രണ്ട് ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ ആളെ വിളിച്ച പേര്
കോർഡിനേഷൻ സ്ഫിയർ. രണ്ടാമത്തെ ആളെ വിളിച്ച പേര് അയോണൈസേഷൻ സ്ഫിയർ. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടിന് എത്ര ഭാഗമുണ്ട്? പ്രധാനമായിട്ടും രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കോർഡിനേഷൻ സ്ഫിയർ, മറ്റൊന്ന് അയോണൈസേഷൻ സ്ഫിയർ. ഈ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റില് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നതാണ് കോർഡിനേഷൻ സ്ഫിയർ. എന്നാൽ അയോണൈസേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള ആള്, അഥവാ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ സ്ഫിയർ. This is clear for you? അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കോർഡിനേഷൻ സ്ഫിയർ, മറ്റൊന്ന് അയോണൈസേഷൻ സ്ഫിയർ. എന്താണ് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് എന്താ ഉണ്ടാവുക? കോർഡിനേഷൻ സ്ഫിയർ എങ്ങനെ മനസ്സിലാവും? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഡിനോട്ട് ചെയ്യും. ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്താണ് ആരേതാ? കോർഡിനേഷൻ സ്ഫിയറിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്താണ് ഇടാം. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവും? അതിനകത്ത് ഉണ്ടാവുന്ന ആൾക്കാരാണ് ഒന്ന് സെൻട്രൽ മെറ്റൽ ആറ്റം. ആരുണ്ടാവും? സെൻട്രൽ മെറ്റൽ ആറ്റം. അയാളുടെ കൂടെ ആരുണ്ടാവും? ലിഗാൻഡ് ഉണ്ടാവും. അപ്പോ എന്താണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്? രണ്ട് ഭാഗമുണ്ട്, കോർഡിനേഷൻ സ്ഫിയറും അയോണൈസേഷൻ സ്ഫിയറും. ഈ കോർഡിനേഷൻ സ്ഫിയർ എങ്ങനെ നമുക്ക് മനസ്സിലാവും? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടും. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവും? സെൻട്രൽ മെറ്റൽ ആറ്റവും ഉണ്ടാവും, അതുപോലെ തന്നെ ലിഗാൻഡുകൾ ഉണ്ടാവും. ആരാണ് ഈ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ആരുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർ കൊണ്ടേ കൊടുക്കുന്ന ആൾക്കാരാണ് ആര്? ലിഗാൻഡ്. അപ്പൊ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർ കൊണ്ടേ കൊടുക്കുന്ന ആൾക്കാരാണ്. ദിസ് ഇസ് ക്ലിയർ ഫോർ യു? അപ്പോൾ രണ്ടാമത്തെ ബേസിക് നമ്മൾ പറഞ്ഞു. എന്താണ് രണ്ടാമത്തെ ബേസിക്? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് കോർഡിനേഷൻ സ്ഫിയർ, മറ്റൊന്ന് അയോണൈസേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന് എങ്ങനെ മനസ്സിലാവും? അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് കാണിക്കുക. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവും? സെൻട്രൽ മെറ്റൽ ആറ്റം, കൂടെ ലിഗാൻഡ്. ആരാണ് ലിഗാൻഡ്? ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർ കൊടുക്കുന്ന ആൾക്കാരാണ്. ആരാണ്? അയോണൈസേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് എഴുതുന്ന ആൾക്കാർ, അയാളെ വിളിച്ച പേരാണ് അയോണൈസേഷൻ സ്ഫിയർ. This is clear for you? Okay. അങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ തന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, കോർഡിനേഷൻ സ്ഫിയറിനെ ഞാൻ എങ്ങനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും? കോർഡിനേഷൻ സ്ഫിയറിനെ എനിക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത് അയോണൈസേഷൻ സ്ഫിയർ പ്ലസ് കോർഡിനേഷൻ സ്ഫിയർ. ആരൊക്കെ ഉണ്ടാവും കോർഡിനേഷൻ സ്ഫിയറിനകത്ത്? സെൻട്രൽ മെറ്റൽ ആറ്റം പ്ലസ് ലിഗാൻഡ്. This is clear for you? ഇനി ഇത് ഒന്നാമത്തെ മെത്തേഡ് ഓഫ് ജനറൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി മറ്റൊരു രീതിയിൽ കൂടി എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണത്? ആദ്യം കോർഡിനേഷൻ സ്ഫിയർ വരും. എങ്ങനെയാണ് കോർഡിനേഷൻ സ്ഫിയർ വരിക? സെൻട്രൽ മെറ്റൽ ആറ്റം പ്ലസ് ലിഗാൻഡ്. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതാരാണ്? കോർഡിനേഷൻ സ്ഫിയർ ആണ്. കൂടെ ആരുണ്ടാവും? അയോണൈസേഷൻ സ്ഫിയർ ഉണ്ടാവും. This is clear for you? അതായത് രണ്ട് രീതിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അയോണൈസേഷൻ സ്ഫിയർ, ശേഷം കോർഡിനേഷൻ സ്ഫിയർ, അല്ലെങ്കിൽ ഫസ്റ്റ് കോർഡിനേഷൻ സ്ഫിയർ ദെൻ അയോണൈസേഷൻ സ്ഫിയർ. അയോണൈസേഷൻ സ്ഫിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൗണ്ടർ അയോൺ. അയോണൈസേഷൻ സ്ഫിയറിനെ വിളിച്ച മറ്റൊരു പേരാണ് കൗണ്ടർ അയോൺസ്. ഓക്കെ, കൗണ്ടർ അയോൺസ് എന്ന് വിളിച്ചു. അപ്പോൾ രണ്ട് രീതിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഫസ്റ്റ് ഞാൻ അയോണൈസേഷൻ സ്ഫിയർ എഴുതി, പിന്നെ കോർഡിനേഷൻ സ്ഫിയർ എഴുതി. അല്ലെങ്കിലോ ഫസ്റ്റ് കോർഡിനേഷൻ സ്ഫിയർ വരും, പിന്നെ അയോണൈസേഷൻ സ്ഫിയർ വരും. ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ബേസിക് എന്തായിരുന്നു? എപ്പോഴും എനിക്ക് എങ്ങനെ എഴുതാം? NaCl എന്നേ എഴുതാൻ പറ്റുള്ളൂ. Na ആരായിരുന്നു? കാറ്റയോൺ ആയിരുന്നു. Cl ആരായിരുന്നു? ആനയോൺ ആയിരുന്നു. ഇവിടെ നോക്ക്, ഫസ്റ്റ് ആര് വന്നു? അയോണൈസേഷൻ സ്ഫിയർ വന്നു. പിന്നെ ആര് വന്നു? കോർഡിനേഷൻ സ്ഫിയർ വന്നു. ഫസ്റ്റ് എഴുതുന്ന ആൾ എപ്പോഴും എന്താണ്? കാറ്റയോൺ. സെക്കൻഡ് എഴുതുന്ന ആൾക്കാർ എപ്പോഴും എന്താണ്? ആനയോൺ. അപ്പോ ഒന്നാമത്തെ രീതിയിലാണ് ഞാൻ കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അയോണൈസേഷൻ സ്ഫിയർ ആണ് കാറ്റയോൺ. അവിടെ രണ്ടാമത് വരുന്നതായിരിക്കും ആനയോൺ. എന്നാൽ രണ്ടാമത്തെ രീതിയിലാണ് ഞാൻ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആരാണ് എഴുതിയത്? കോർഡിനേഷൻ സ്ഫിയറിനെ അല്ലേ? അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ ആണ് ഇവിടുത്തെ കാറ്റയോൺ. നിങ്ങൾ മൈൻഡിലേക്ക് വന്നോട്ടെ. അയോണൈസേഷൻ സ്ഫിയർ ഇവിടെ ആരാണ്? ആനയോൺ ആണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാം, കോർഡിനേഷൻ സ്ഫിയറിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അയോണൈസേഷൻ സ്ഫിയർ, പിന്നെ കോർഡിനേഷൻ സ്ഫിയർ.
ഫസ്റ്റ് എഴുതുന്ന ആളാരാ? കാറ്റയോൺ. പിന്നെ എഴുതുന്ന ആളാരാ? അനയോൺ. ഒന്നാമത്തെ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത അയോണൈസേഷൻ സ്ഫിയർ അഥവാ കൗണ്ടർ അയോൺസ് ആണ് ഇവിടെ കാറ്റയോൺ. രണ്ടാമത് വരുന്ന കോർഡിനേഷൻ സ്ഫിയർ ആണ് അനയോൺ. എന്നാൽ രണ്ടാമത്തെ രീതിയിലാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലോ, യെസ്, ഫസ്റ്റ് എഴുതുന്ന കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ, പിന്നെ എഴുതുന്ന അയോണൈസേഷൻ സ്ഫിയർ അഥവാ കൗണ്ടർ അയോൺസ് ആണ് ആനിയോൺസ്. ഇസ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു? ഓക്കെ. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ നോമൻക്ലേച്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ രണ്ട് ഐഡിയകളും അല്ലെങ്കിൽ രണ്ട് ബേസിക്കുകളും നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. ഓക്കെ, ലിസൺ. അപ്പോ ഒന്നാമത്തെ റൂൾ എന്താ? എന്തിനു വേണ്ടിയിട്ടുള്ള റൂള്? കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ IUPAC നോമൻക്ലേച്ചർ ഏതാണുള്ള ഒന്നാമത്തെ റൂൾ എന്താണ്? ഒന്നാമത്തെ റൂൾ വളരെ സിമ്പിൾ ആണ്. എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത്? കോർഡിനേഷൻ കോമ്പൗണ്ടിലെ കാറ്റയോണിന്റെ പേര് ഫസ്റ്റ് എഴുതണം. പിന്നെ ആരുടെ പേര് എഴുതണം? ആനയോണിന്റെ പേര് എഴുതണം. കോർഡിനേഷൻ സ്ഫിയറിന്റെ കാറ്റയോൺ ആരാണോ അയാളുടെ പേര് ഫസ്റ്റ് എഴുതുക, പിന്നെ ആരുടെ പേര് എഴുതുക? ആനയോണിന്റെ പേര് എഴുതുക. ഓക്കെ, കട്ട്. റൂൾ നമ്പർ 1 നമ്മൾ എന്താ പറഞ്ഞേ? ഫസ്റ്റ് കാറ്റയോണ് പേര് കൊടുക്കണം, പിന്നെ ആനയോണ് പേര് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ നോക്കിയാലോ. CO NH3 6 times സ്ക്വയർ ബ്രാക്കറ്റ് Cl3. CO NH3 6 times Cl3. ഇതൊരു എക്സാമ്പിൾ ആണ്. എന്തിന് എക്സാമ്പിളാ? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ. ഈ എക്സാമ്പിളിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഇതിലേതാ കോർഡിനേഷൻ സ്ഫിയർ? ഏതാ കോർഡിനേഷൻ സ്ഫിയർ? നമുക്കറിയാം, സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചതാണ് കോർഡിനേഷൻ സ്ഫിയർ. അപ്പോൾ ഈ കാണുന്ന ആളാണ് കോർഡിനേഷൻ സ്ഫിയർ. ഈ പുറത്ത് കാണുന്ന സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് കാണുന്ന ആളാരാ? ഇയാളെ വിളിച്ച പേരാണ് കൗണ്ടർ അയോൺ അല്ലെങ്കിൽ അയോണൈസേഷൻ സ്ഫിയർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ കോമ്പൗണ്ട് എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഫസ്റ്റ് കോർഡിനേഷൻ സ്ഫിയർ അല്ലേ ഫസ്റ്റ് വന്നത്, അതിന് പുറത്തല്ലേ അയോണൈസേഷൻ സ്ഫിയർ വന്നത്. അപ്പോ ഇയാൾ ആരാണ്? ഇവിടെ കാറ്റയോൺ ആണ്. ഇയാളാണ് ഇവിടുത്തെ കാറ്റയോൺ. കോർഡിനേഷൻ സ്ഫിയർ ആണ് ഇവിടുത്തെ കാറ്റയോൺ. ആനയോൺ ആരാണ്? അയോണൈസേഷൻ സ്ഫിയർ ആണ് ഇവിടുത്തെ ആനയോൺ. അപ്പൊ പേര് കൊടുക്കുമ്പോൾ ആരുടെ പേര് ഫസ്റ്റ് കൊടുക്കണം? യെസ്, ഡെഫിനറ്റ്ലി പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേര് കൊടുക്കേണ്ടത് കോർഡിനേഷൻ സ്ഫിയറിന്റെ പേരാണ്, പിന്നെ പേര് കൊടുക്കേണ്ടത് അയോണൈസേഷൻ സ്ഫിയറിന്റെ പേരാണ്. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എങ്ങനെ കൊടുക്കും? അത് നമ്മൾ റൂൾ നമ്പർ 2 പറയും. എന്താണ് റൂൾ നമ്പർ 1? എന്താണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. ആ കോർഡിനേഷൻ കോമ്പൗണ്ടില് എന്തുണ്ട്? കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. അപ്പൊ ആരുടെ പേര് ഫസ്റ്റ് കൊടുക്കണം? കാറ്റയോണിന്റെ പേര് ഫസ്റ്റ് കൊടുക്കണം, പിന്നെ ആരുടെ പേര് കൊടുക്കണം? ആനയോണിന്റെ പേര് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കോർഡിനേഷൻ സ്ഫിയർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ കാറ്റയോൺ ഫസ്റ്റ് ആരാണ്? കോർഡിനേഷൻ സ്ഫിയർ ആണ്. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എങ്ങനെ കൊടുക്കും? യെസ്, നമ്മൾ റൂൾ നമ്പർ 2 പറയാൻ പോവാണ്. എന്താണ് റൂൾ നമ്പർ 2 പറയുന്നത്? നമ്മളെ കയ്യിൽ ഒരു കോർഡിനേഷൻ സ്ഫിയർ ഉണ്ടെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എങ്ങനെ കൊടുക്കാം? കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് കൊടുക്കുമ്പോൾ കോർഡിനേഷൻ എൻറ്റിറ്റിന്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് ആരൊക്കെയുണ്ട് അതൊന്ന് പറഞ്ഞാൽ. കോർഡിനേഷൻ സ്ഫിയറിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ആരുണ്ട്? ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. കൂടാരുണ്ട്? ലിഗാൻഡ് ഉണ്ട്. കൂടാരുണ്ട്? ലിഗാൻഡ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു? CO കൊബാൾട്ട്. NH3 ലിഗാൻഡ്. അങ്ങനെ എത്ര ലിഗാൻഡ് ഉണ്ട്? 6 ലിഗാൻഡ്. ഇതാണ് എൻ്റെ എന്ത്? കോർഡിനേഷൻ സ്ഫിയർ. ഇതാണ് എൻ്റെ കോർഡിനേഷൻ സ്ഫിയർ. അപ്പോ കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എങ്ങനെ കൊടുക്കാം? കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്. ആരുടെ പേര് ഫസ്റ്റ് എഴുതണം? ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ് എഴുതണം. ആരുടെ പേരാ ഫസ്റ്റ് എഴുതണ്ടേ? ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ് എഴുതണം. അപ്പോൾ കോർഡിനേഷൻ സ്ഫിയറിന് പേര് കൊടുക്കുമ്പം ആരുടെ പേര് ഫസ്റ്റ്? ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ്. പിന്നെ ആർക്ക് പേര് കൊടുക്കണം? സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പോ ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ് കൊടുക്കുന്നു. കോർഡിനേഷൻ സ്ഫിയറിന് പേര് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ലിഗാൻഡിന്റെ പേര് എഴുതും, പിന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലിഗാൻഡിന്റെ പേര് കൊടുക്കുക? യെസ്, റൂൾ നമ്പർ 3. യെസ്, വി ആർ ഗോയിങ് ഇൻടു റൂൾ നമ്പർ 3. ലിഗാൻഡിന്റെ പേര് എങ്ങനെ കൊടുക്കും? അത് അറിയണം എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ലിഗാൻഡ് എന്നറിയണം. അവിടെ 3 ടൈപ്പ് ലിഗാൻഡുകളുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ലിഗാൻഡ്.
ഒന്നാമത്തെ ടൈപ്പ് ആണ് നെഗറ്റീവ് ലിഗാൻഡ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് പോസിറ്റീവ് ലിഗാൻഡ്. മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്, അതാണ് ന്യൂട്രൽ ലിഗാൻഡ്. അപ്പൊ ലിഗാൻഡ് 3 ടൈപ്പ് ഉണ്ട്: നെഗറ്റീവ് ലിഗാൻഡ്, പോസിറ്റീവ് ലിഗാൻഡ്, ന്യൂട്രൽ ലിഗാൻഡ്. അപ്പൊ ലിഗാൻഡിന് എങ്ങനെ പേര് കൊടുക്കും? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ലിഗാൻഡ് ഒരു നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ പേരിന്റെ അവസാനത്തിൽ ഞാൻ ഒരാളെ ചേർക്കും. ആരെ? ഓ. അപ്പൊ ഒരു പേരിന്റെ അവസാനത്തിൽ ചേർക്കുന്നതിനെ വിളിച്ച പേരാണ് സഫിക്സ്. നമ്മൾ വിളിച്ച് സഫിക്സ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നുള്ളതാണ് എന്റെ പേര്. പക്ഷെ എന്റെ പേരിന്റെ കൂടെ ഇനീഷ്യലും കൂടെ ചേർത്തു, കെ. അതെന്താണ്? എന്റെ പേരിന്റെ അവസാനത്തിൽ ഞാൻ ചേർത്തൊരു വാലാണ്. അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? സഫിക്സ് എന്ന് വിളിച്ചു. അപ്പോ ഒരു ലിഗാൻഡ് നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ പേരിന്റെ ലാസ്റ്റ് ഞാൻ ഒരാളെ ചേർക്കും. ആരെ? ഓനെ ചേർക്കും. സഫിക്സ് ആയിട്ട് ഓനെ ചേർക്കും. നോക്കാം ആരൊക്കെയാണ് നെഗറ്റീവ് ലിഗാൻഡ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്നാമത് Cl-. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരെ ലിഗാൻഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോ ഒന്നാമത് ഞാൻ പറഞ്ഞ ലിഗാൻഡ് ആണത് Cl-. Cl- എന്താ വിളിച്ച്? ക്ലോറൈഡ് അയോൺ. യെസ്, വി ഓൾറെഡി നോ ക്ലോറൈഡ് അയോൺ അല്ലേ? അപ്പോ ഇതിന്റെ ലാസ്റ്റ് എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞ്? ഓ കൊടുക്കണം. അപ്പൊ ഓ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരെ ഒഴിവാക്കും? ക്ലോറൈഡിന്റെ ഈനെ ഒഴിവാക്കിയിട്ട് അവിടെ ആരെ ചേർക്കും? ഓ. ഇപ്പൊ എന്തായി? ലിഗാൻഡിന്റെ പേരെന്തായി? നെഗറ്റീവ് ലിഗാൻഡിന്റെ പേര് ഞാൻ എങ്ങനെ കൊടുത്തു? ക്ലോറിഡോ. Cl- ഞാൻ വിളിച്ച പേരെന്താണ്? ക്ലോറിഡോ. അപ്പൊ പേര് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ലിഗാൻഡ് ആയിട്ടുള്ള Cl- പേര് കൊടുക്കുമ്പോൾ ഞാൻ വിളിക്കും അതിനെന്ത്? ക്ലോറിഡോ. ഇനി അടുത്തൊരു ലിഗാൻഡ് ആണ് ആര്? Br-. ബ്രോമൈഡ് അയോൺ ആണ്. ഇപ്പൊ ബ്രോമൈഡ് അയോണിനെ ബ്രോമിഡോ. യെസ്. നെക്സ്റ്റ് ആണ് F-. ഫ്ലൂറൈഡ് അയോൺ. അപ്പൊ ഞാൻ വിളിക്കും ഫ്ലൂറിഡോ വിളിക്കും. ഓക്കെ. നെക്സ്റ്റ് ഒരാളാണ് എന്ത്? Cn-. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. എന്താണ് Cn-? സയനൈഡിന്റെ ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് ഓ ചേർക്കും. അവിടെ എന്തായി? സയനിഡോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അറിയുന്ന ഒരു സാധനമാണ് H-. ഹൈഡ്രൈഡ് അയോണിന്റെ ലാസ്റ്റ് ഈ മാറ്റി ഓ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടും ഹൈഡ്രിഡോ. ഓക്കെ. നമുക്ക് അറിയുന്ന മറ്റൊരാളാണ് ആര്? CH3COO-. അസറ്റേറ്റ് അയോൺ. അപ്പോ ഇതെന്തായി മാറും? അസറ്റേറ്റോ. എന്തായിട്ട് മാറും? അസറ്റേറ്റോ. ഓക്കെ. നെക്സ്റ്റ് ആണ് OH-. എന്താണ് OH-? ഹൈഡ്രോക്സൈഡ്. അതിന്റെ ഹൈഡ്രോക്സൈഡ് ലാസ്റ്റ് ഈനെ മാറ്റി ആരെ കൊടുക്കും? ഓനെ കൊടുക്കും. യെസ്. അപ്പൊ ഹൈഡ്രോക്സിഡോ എന്തായിട്ട് മാറും? ഹൈഡ്രോക്സിഡോ എന്നായിട്ട് മാറും. ഇനി മറ്റൊരു ആളാണ് SO4-. സൾഫേറ്റ് എന്തായി മാറും? സൾഫേറ്റോ. ഇനി CO3-. ആരാ CO3-? കാർബണേറ്റ് എന്തായി മാറും? കാർബണേറ്റോ. ഇനി മറ്റൊരു ആളാണ് COO-. ആരാണ്? C2O4-. ആരാണ്? ഓക്സലേറ്റ് അയോണെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സലേറ്റ്. ഈനെ മാറ്റിയിട്ട് ആരെ ചേർക്കും? ഓ ചേർക്കും. അപ്പൊ എന്തായി മാറും? ഓക്സലേറ്റോ. ഓക്കെ. അപ്പോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ റൂൾ എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുമ്പോൾ അതിൽ കോർഡിനേഷൻ സ്ഫിയറും അയോണൈസേഷൻ സ്ഫിയറും ഉണ്ടാവും. അപ്പൊ അതിൽ ആരാണോ കാറ്റയോൺ അയാളുടെ പേര് ഫസ്റ്റ് എഴുതാം. പിന്നെ ആരാണോ ആനയോൺ അയാളുടെ പേര് ലാസ്റ്റ് എഴുതാം. പിന്നെ നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റും. കോർഡിനേഷൻ സ്ഫിയർ എഴുതുന്ന സമയത്ത് ആരുടെ പേര് ഫസ്റ്റ് എഴുതണം? ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ് എഴുതണം. പിന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര്. അപ്പോൾ ലിഗാൻഡിന്റെ പേര് എഴുതുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം ലിഗാൻഡ് നെഗറ്റീവ് ലിഗാൻഡ് ആണോ, പോസിറ്റീവ് ലിഗാൻഡ് ആണോ, ന്യൂട്രൽ ലിഗാൻഡ് ആണോ നോക്കണം. നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ അവസാനത്തിൽ നമ്മൾ ആരെ ചേർക്കണം? ഓ എന്ന് പറയുന്ന ലെറ്റർ ചേർക്കണം. ഓ എന്ന് പറയുന്ന ആളെ ചേർക്കണം. ഓക്കെ, ഇസ് ദിസ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ആളായിട്ടുള്ളൂ ലിഗാൻഡ് ഒരു ടൈപ്പേ ആയിട്ടുള്ളൂ. എത്ര ടൈപ്പ് ഉണ്ട്? ലിഗാൻഡ് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആരെ ഡിസ്കസ് ചെയ്തു? നെഗറ്റീവ് ലിഗാൻഡിനെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോസിറ്റീവ് ലിഗാൻഡും ന്യൂട്രൽ ലിഗാൻഡും. ലിഗാൻഡ് പോസിറ്റീവ് ലിഗാൻഡ് ആണെങ്കിലോ, ലിഗാൻഡ് പോസിറ്റീവ് ലിഗാൻഡ് ആവുന്ന സമയത്ത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പോസിറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ പേരിന്റെ അവസാനത്തിൽ IUM ചേർക്കും. എന്ത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതിൻ്റെങ്കിലും പേരിന്റെ അവസാനത്തില് ഒരാളെ ചേർക്കുകയാണെങ്കിൽ അതെന്താണ്? സഫിക്സ് ആണെന്നുള്ളത് ഓർത്തു നോക്കാം. ആരൊക്കെയാണ് ഈ പോസിറ്റീവ് ലിഗാൻഡ് എന്ന് പറയുന്നത്? ആരൊക്കെയാണ് പോസിറ്റീവ് ലിഗാൻഡ്? H3O+.
അത് ഹൈഡ്രോണിയം ഹൈഡ്രോണിയം എന്ന് വിളിക്കും. ഹൈഡ്രോണിയം ഓക്കെ, അതിനെ വിളിച്ച പേരാണ് ഹൈഡ്രോണിയം. ഓക്കെ, അടുത്ത ആളാണ് NO പ്ലസ്. അയാളെ വിളിച്ച പേരാണ് നൈട്രസോണിയം. അയാളെ വിളിച്ച പേരാണ് എന്ത്? നൈട്രോസോണിയം. ഇനി അടുത്തതാണ് NO2 പ്ലസ്. അയാളെ വിളിച്ച പേരാണ് എന്ത്? നൈട്രോണിയം. അയാളെ വിളിച്ച പേരെന്താണ്? നൈട്രോണിയം. ഇനി മറ്റൊരാളാണ് എന്ത്? NH3 പ്ലസ്. ഇയാളെ വിളിച്ച പേരാണ് ഹൈഡ്രസീനിയം. ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അത് O ചേർക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പറഞ്ഞു. അപ്പോ ചോദിച്ചു ആരൊക്കെയാണ് പോസിറ്റീവ് ലിഗാൻഡുകൾ എന്നുള്ളത്. പോസിറ്റീവ് ലിഗാൻഡുകൾ ആരായിക്കോട്ടെ, അതിന്റെ അവസാനത്തിൽ ഞാൻ എന്ത് ചേർക്കും? സഫിക്സ് ആയിട്ട് IUM ചേർക്കും. ആരാ? ഒന്നാമത്തെ പോസിറ്റീവ് ലിഗാൻഡ് H3O പ്ലസിന്റെ അവസാനത്തിൽ ഞാൻ IUM ചേർത്തു. H3O പ്ലസ് ഹൈഡ്രോണിയം എന്ന് പേര് കൊടുക്കും. അപ്പോൾ H3O പ്ലസ് ലിഗാൻഡ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ വിളിച്ച പേരെന്താണ്? ഹൈഡ്രോണിയം. ഇനി NO പ്ലസ് ആണ് ലിഗാൻഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഞാൻ IUM ചേർക്കും. എവിടെ? നൈട്രസോണിയം. IUM ചേർത്തു. ഇനി NO2 പ്ലസ് ആണെങ്കിൽ നൈട്രോണിയം, ലാസ്റ്റ് IUM ചേർത്തു. NH3 പ്ലസ് അവസാനത്തിൽ IUM ചേർത്തില്ലേ? അപ്പൊ ലിഗാൻഡ് ന്യൂട്രൽ ആണെങ്കിലോ ഒന്നും ചേർക്കണ്ട. ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡിന് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ പ്രത്യേകം പേര് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവർക്ക് സ്പെഷ്യൽ ആയിട്ട് പേര് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർക്കുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ സി ന്യൂട്രൽ ലിഗാൻഡ്. ഓക്കെ, ന്യൂട്രൽ ലിഗാൻഡ്. അപ്പൊ ആരൊക്കെയാണ് ന്യൂട്രൽ ലിഗാൻഡ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ തന്നെയാണ് ന്യൂട്രൽ ലിഗാൻഡ്. ഒന്ന് H2O വാട്ടർ ആണ്. പക്ഷെ അതിനെ വാട്ടർ എന്നല്ല വിളിക്കുക. H2O സ്പെഷ്യൽ പേര് കൊടുത്തിട്ടുണ്ട്, അക്വാ. എന്താ വിളിക്കുക? അക്വാ. ഓക്കെ, അപ്പോ H2O ലിഗാൻഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ IUPAC നോമൻക്ലേച്ചർ ഞാൻ വിളിക്കും പേര് H2O വാട്ടർ എന്നല്ല വിളിക്കുക, അക്വാ എന്ന് വിളിക്കും. എന്നാൽ വരുന്നത് NH3 ആണെങ്കിലോ NH3 ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതിനെ വിളിക്കും പേരും അമൈൻ. എന്താ വിളിക്കുക? അമൈൻ. അമോണിയ എന്ന് വിളിക്കൂല. എന്ത് വിളിക്കുള്ളൂ? അമൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി H2O കഴിഞ്ഞു, NH3 കഴിഞ്ഞു. ഇനി അടുത്തൊരാളാണ് NO. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും പേര് നൈട്രോസൈൽ. ഓക്കെ, ഇനി CO എന്ന് പറഞ്ഞ ആള് വന്നാൽ കാർബൺ മോണോക്സൈഡ് എന്നല്ല വിളിക്കുക, കാർബോണൈൽ. ഇനി മറ്റൊരാളാണ് ആര്? CH2 NH2 NH2 രണ്ട് തലക്കിലും എന്തുണ്ട്? NH2 ഉണ്ട്. ഇവിടെ ഒരു NH2 ഉണ്ട്. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെയെങ്കിലും നമ്മൾ CH2 അടുത്തടുത്ത് കാണാം. അങ്ങനെ വിളിക്കുകയാണ് എത്തിലിൻ. ഇയാളെ വിളിച്ച പേരാണ് എത്തിലിൻ ഡൈഅമൈൻ. അപ്പൊ ഈഥൈൻ 1,2 ഡൈഅമൈൻ. ഇനി ഒരാളും കൂടെ ഉണ്ട്, C5H5N. ഇയാളുടെ വിളിച്ച പേരാണ് പിരിഡിൻ. ഇവിടെ ശ്രദ്ധിക്കാം, H2O ഒന്നാമത്തെ ആളാണ് H2O നമ്മൾ വിളിച്ച പേരെന്താണ്? അക്വ. ഓക്കെ, NH3 അമൈൻ, NO നൈട്രോസൈൽ, CO കാർബണൈൽ. ഇവർക്കൊക്കെ നമ്മൾ പേര് കൊടുത്തു. ഇനിയോ CH2 ഇയാൾ വിളിച്ച പേരെന്ത്? എത്തിലിൻ ഡൈഅമൈൻ. ഇങ്ങനെ ഉണ്ടോ ഡിനോട്ട് ചെയ്യുക EN. ഓക്കെ, ഇനി C5H5N അയാളുടെ പേരെന്താണ്? പിരിഡിൻ ആണ്. അപ്പോ നമ്മൾ എത്ര റൂള് പറഞ്ഞു? 3 റൂളാണ് പറഞ്ഞത്. IUPAC നോമൻക്ലേച്ചറിന് 3 റൂള് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ റൂൾ എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് ആരോ ആയിക്കോട്ടെ, അതിന് അയോണൈസേഷൻ സ്ഫിയർ ഉണ്ട്, കോർഡിനേഷൻ സ്ഫിയർ ഉണ്ട്. അതിൽ കാറ്റിയോന്റെ പേര് ഫസ്റ്റ് ചെയ്തു, ആനയോന്റെ പേര് ഫസ്റ്റ് ചെയ്തു, സെക്കൻഡ് ചെയ്തു. ഇനി നമ്മൾ പറയാം കോർഡിനേഷൻ സ്ഫിയറിന് എങ്ങനെ പേര് കൊടുക്കും? കോർഡിനേഷൻ സ്ഫിയറിനകത്ത് രണ്ട് ആൾക്കാരാണുള്ളത്. ഒന്ന് സെൻട്രൽ മെറ്റൽ ആറ്റം, പിന്നെ ഒന്ന് ലിഗാൻഡ്. ആരുടെ പേര് ഫസ്റ്റ് ചെയ്തു? ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ് ചെയ്തു, പിന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര്. അപ്പൊ ലിഗാൻഡിന്റെ പേര് എങ്ങനെ ചെയ്തു? ലിഗാൻഡിന്റെ പേര് എഴുതാനാണ് നമ്മൾ പറഞ്ഞ 3 റൂൾ പറഞ്ഞു. ഏതൊക്കെയാണ് 3 മെത്തേഡ് പറഞ്ഞത്? ലിഗാൻഡ് 3 ടൈപ്പ് ഉണ്ട്. നെഗറ്റീവ് ലിഗാൻഡ്, പോസിറ്റീവ് ലിഗാൻഡ്, ന്യൂട്രൽ ലിഗാൻഡ്. നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ പേര് എന്താണോ അതിന്റെ ലാസ്റ്റ് ഒരു ഓടും. ക്ലോറിഡോ, ബ്രോമിഡോ, സൈനിഡോ, അങ്ങനെ ലാസ്റ്റ് ഓടും. എന്നാൽ പോസിറ്റീവ് ലിഗാൻഡ് ആണെങ്കിലോ അതിന്റെ ലാസ്റ്റ് ഞാൻ IUM ചേർക്കും, ഹൈഡ്രോണിയം, ഹൈഡ്രസീനിയം. ഓക്കെ, എന്നാൽ ന്യൂട്രൽ ലിഗാൻഡ് ആണെങ്കിലോ ആണെങ്കിൽ അതിന് കുറച്ച് പേരുകളുണ്ടോ? H2 ആണെങ്കിൽ അക്വോ, NH3 ആണെങ്കിൽ അമൈൻ, NO ആണെങ്കിൽ നൈട്രോസൈൽ. അങ്ങനെ നമ്മൾ പേരുകൾ കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ലിഗാൻഡിന്റെ പേര് എങ്ങനെ ഇടുന്നത് നമുക്ക് മനസ്സിലായി. ഇനി ലിഗാൻഡ് കഴിഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിൽ ആരെ പേര് എഴുതണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം. എങ്ങനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതും? യെസ്, അവിടെയാണ് ക്വസ്റ്റ്യൻ. 4ാമത്തെ റൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ കോർഡിനേഷൻ സ്ഫിയർ CONH3 6 ടൈംസ് ആയിരുന്നു. അപ്പോ ഇതിൽ ലിഗാൻഡിന്റെ പേര് എങ്ങനെ എഴുതും? ലിഗാൻഡിന്റെ പേര് എഴുതുന്നത് എങ്ങനെയാണ്? NH3 ആണ്. NH3 എങ്ങനത്തെ ലിഗാൻഡാ? ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ന്യൂട്രൽ ലിഗാൻഡിന്റെ പേര് എങ്ങനെ ഞാൻ എഴുതും?
യെസ്, NH3 എന്ന് പറഞ്ഞ ന്യൂട്രൽ ലിഗാൻഡിന്റെ പേരാണ് എന്ത്? അമൈൻ. എന്താണ്? അമൈൻ. ഓക്കെ, അമൈൻ. ഇനി ഇനി നാലാമത്, അത് ലിഗാൻഡിന്റെ പേര് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ അമൈൻ എന്ന് എഴുതി, പക്ഷെ ഇവിടെ എത്ര അമൈൻ ഉണ്ട്? 6 അമൈൻ ഉണ്ട്. അത് ഞാൻ എങ്ങനെ പറയും? അപ്പോ ലിഗാൻഡിന്റെ പേര് എഴുതുന്ന സമയത്ത് അതിന്റെ മുന്നേ ഏത് ലിഗാൻഡിന്റെ പേരെന്താണ്? അമൈൻ. അമൈൻ എന്ന് പറയുന്ന പേര് എഴുതുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ എന്തെഴുതണം? അയാളുടെ നമ്പർ എഴുതണം. ഓക്കെ, ലിഗാൻഡിന്റെ എണ്ണം 2 ആണെങ്കിൽ ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന പേരാണ് ഡൈ. അപ്പോ ഇവിടെ 2 അമൈൻ ഉണ്ട്, അപ്പൊ ഞാൻ ഡൈ അമൈൻ. ഓക്കെ, എന്നാൽ 3 ലിഗാൻഡ് ഉണ്ടെങ്കിലോ? ഓക്കെ, ട്രൈ അമൈൻ. എന്നാൽ 4 ലിഗാൻഡ് ആണെങ്കിലോ? ടെട്രാ അമൈൻ. 5 ആണെങ്കിലോ? പെൻറ്റാ അമൈൻ. 6 ആണെങ്കിലോ? ഹെക്സാ അമൈൻ. ഇവിടെ എത്ര ഉണ്ട്? 6 ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പ് എന്ത് കൊടുക്കും? ഹെക്സാ അമൈൻ. എന്ത് കൊടുക്കും? ഹെക്സാ അമൈൻ. ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോ ലിഗാൻഡിന്റെ എണ്ണം നമ്മൾ എവിടെയാണ് സൂചിപ്പിക്കുക? പ്രിഫിക്സ് ആയിട്ടാണ് സൂചിപ്പിക്കുക. പ്രിഫിക്സ് എന്താണ്? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ സുലൈമാൻ, അയാളുടെ പേരെന്താണ്? സുലൈമാനാണ്. ഇവിടുന്ന് ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിന്റെ തൊട്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്തു? ഡോക്ടർ എന്ന് എഴുതി അല്ലേ? ഇവിടെ എന്താണ്? അമൈൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളുടെ പേരിന്റെ തൊട്ട് മുമ്പ് പ്രിഫിക്സ് ആയിട്ട് ഡോക്ടർ എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ഹെക്സ എന്ന് കൊടുത്തു. ഹെക്സ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? നമ്പർ ഓഫ് ലിഗാൻഡ്. ഓക്കെ, നമ്പർ ഓഫ് ലിഗാൻഡ് 2 ആണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും? ഡൈ അമൈൻ. നമ്പർ ഓഫ് ലിഗാൻഡ് 3 ആണെങ്കിൽ ഞാൻ ട്രൈ അമൈൻ. നമ്പർ ഓഫ് ലിഗാൻഡ് 4 ആണെങ്കിൽ ഞാൻ ടെട്രാ കൊടുക്കും. 5 ആണെങ്കിൽ പെൻറ്റ കൊടുക്കും. 6 ആണെങ്കിൽ ഹെക്സ കൊടുക്കും. ദിസ് ഈസ് ക്ലിയർ ഫോർ യു? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഹെക്സമൈൻ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ചിലപ്പോ ലിഗാൻഡ് ഇതിപ്പോ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം, ഒരു ടൈപ്പ് ലിഗാൻഡ് ആണുള്ളത്. ചിലപ്പോ എം എന്ന് പറയുന്ന ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം, അയാളുടെ കൂടെ എൽ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ടാവും, എ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഉണ്ടാവും. ശ്രദ്ധിക്കണേ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എം എന്ന് ഡിനോട്ട് ചെയ്തു. ഒരു ടൈപ്പ് ലിഗാൻഡ് ആണ് എൽ, മറ്റൊരു ടൈപ്പ് ലിഗാൻഡ് ആണ് എ. ഇവിടെ എത്ര ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്? 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ഹെട്രോലെപ്റ്റിക് കോമ്പൗണ്ട് നാം വിളിക്കാം. ഓക്കെ, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം, ഇത് ലിഗാൻഡ് നമ്പർ 1, ഇത് ലിഗാൻഡ് നമ്പർ 2. എൽ എന്ന് പറഞ്ഞ ലിഗാൻഡ് എത്ര ഉണ്ട്? എൽ എന്ന് പറഞ്ഞ ലിഗാൻഡ് 5 ഉണ്ട്. അപ്പോ അതിന്റെ പേര് എഴുതുന്ന സമയത്ത് ഇപ്പോ എൽ എന്ന് പറഞ്ഞ NH3 ആണെന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഞാൻ പറയാണ് CONH3 5 times Cl സ്ക്വയർ ബ്രാക്കറ്റ്. ഈ CO എന്ന് പറഞ്ഞത് ആരാണ്? കൊബാൾട്ട്, സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. ഓക്കെ, അപ്പോ ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്. ആരെ പേര് ഫസ്റ്റ് എഴുതണം? ലിഗാൻഡിന്റെ പേര് ഡെഫിനറ്റ്ലി ഫസ്റ്റ് എഴുതണം. ഓക്കെ, ലിഗാൻഡ് ആരൊക്കെയുണ്ട്? 2 ലിഗാൻഡ് ഉണ്ട്. ആരൊക്കെയാ? NH3 ഉണ്ട്, Cl ഉണ്ട്. NH3 എത്ര ഉണ്ട്? 5 NH3 ഉണ്ട്. അതോ CL ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എങ്ങനെ പേര് ചെയ്തു? ഫസ്റ്റ് നമ്മൾ ലിഗാൻഡ് 2 എണ്ണം ഉണ്ടെങ്കിൽ ഇയാളുടെ പേരെന്താ? ഇയാള് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ഇയാളുടെ പേര് നമുക്കറിയാം, അമൈൻ എന്നുള്ളതാണ്. ഇതാരാണ്? CL എങ്ങനത്തെ ലിഗാൻഡാ? നെഗറ്റീവ് ലിഗാൻഡാ. അയാളുടെ പേര് എങ്ങനെ പറയും? ക്ലോറിഡോ. ഇങ്ങനെ പറയും, ക്ലോറിഡോ അല്ലേ? നെഗറ്റീവ് ലിഗാൻഡിന് ക്ലോറൈഡ് അയോണെന്നാണ്. ലാസ്റ്റത്തെ ഈ മാറ്റിയിട്ട് ആരെ ചേർക്കും? O ചേർക്കും. അപ്പൊ ക്ലോറിഡോ. 2 ലിഗാൻഡുകളുണ്ട്. അപ്പോ അമൈൻ എന്നുള്ള പേര് ഞാൻ കൊടുക്കണം, ക്ലോറിഡോ എന്നുള്ള പേരും കൊടുക്കണം. അപ്പോ ഞാൻ പേര് എഴുതുന്ന സമയത്ത് ക്ലോറിഡോ ഫസ്റ്റ് കൊടുക്കുവോ, അമൈൻ ഫസ്റ്റ് കൊടുക്കുവോ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളെ പേര് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും? ആൽഫാബറ്റിക് ഓർഡറിൽ എഴുതും. ഇവിടെ അമൈൻ എഴുതണം, ക്ലോറൈഡ് എഴുതണം. നിങ്ങൾക്ക് ഡൗട്ട്? എന്ത് ചെയ്താൽ മതി? ആരാണോ ആൽഫാബറ്റിക്കലി ഫസ്റ്റ് വരുന്നത്? അമൈൻ അല്ലേ ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ആരെഴുതും? അമൈൻ എഴുതും. പിന്നെ ആരാ വരുന്നത്? സി അല്ലേ വരുന്നത്? ക്ലോറിഡോ. ഇനി ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു ലിഗാൻഡിന്റെ പേരിന്റെ തൊട്ട് മുമ്പ് എന്ത് ചേർക്കണം? നമ്പർ ഓഫ് ലിഗാൻഡ് എഴുതണം. അമൈൻ എത്ര ഉണ്ട്? അമൈന് 5 ആണെങ്കിൽ ഞാൻ വിളിക്കുന്ന പേരെന്താ? പെൻറ്റ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും പെൻറ്റമൈൻ. എന്താണ്? പെൻറ്റമൈൻ. അമൈൻ എത്ര ഉണ്ട്? 5 ഉണ്ട്. ഇനി ശ്രദ്ധിക്കാം, ക്ലോറിഡോന്റെ മുമ്പിലും കൊടുക്കണം നമ്പർ. എത്ര ക്ലോറിഡോ ഉണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. 2 ക്ലോറിഡോ ഉണ്ടെങ്കിലോ? ഡൈ ക്ലോറിഡോ. അപ്പൊ നിങ്ങൾക്ക് പറയാം പെൻറ്റമൈൻ ഡൈ ക്ലോറിഡോ എന്ന് പറയാം. ഇവിടെ ഡൈ ഉണ്ടോ? ഇല്ല, ഒറ്റ ക്ലോറിനേ ഉള്ളൂ.
അപ്പൊ നമുക്ക് പറയാം എന്ത് പെന്റമൈൻ ക്ലോറിഡോ എന്ന് പേര് കൊടുക്കാം. ദിസ് ഇസ് ക്ലിയർ ഫോർ യു? പക്ഷെ ഒന്നിലധികം ലിഗാൻഡ് ഉണ്ടെങ്കിലോ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒന്നിലധികം ലിഗാൻഡ് ഉണ്ടെങ്കിൽ അമൈൻ, ക്ലോറിഡോ, ബ്രോമിഡോ അവർക്കൊക്കെ പേരുണ്ടല്ലോ. ആ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആൽഫാബറ്റിക്കലി ആരാണോ ഫസ്റ്റ് വരുന്നത് അയാളുടെ പേര്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഹെക്സമൈൻ എന്നുണ്ട്, ഹെക്സമൈൻ ഇവിടെ പെന്റമൈൻ എന്നല്ലേ. ഈ പെന്റമൈൻ എന്നുള്ളതിന്റെ പെന്റന്റെ പി അല്ല നോക്കേണ്ടത്, അമൈൻ എന്ന് പറഞ്ഞാൽ ലിഗാൻഡിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. പ്രിഫിക്സ് എന്തോ ആയിക്കോട്ടെ, പ്രിഫിക്സ് ആൽഫാബറ്റിക്കലി ഫസ്റ്റ് വരുന്നോ സെക്കൻഡ് വരുന്നോ നോക്കണം. അപ്പൊ ജസ്റ്റ് നോക്കാം, പെന്റമൈൻ ഡൈക്ലോറിഡോ എന്നാണെന്ന് വിചാരിച്ചോ, പെന്റമൈൻ ഡൈക്ലോറിഡോ എന്നാണെന്ന് വിചാരിച്ചോ, പെന്റമൈൻ ഡൈക്ലോറിഡോ എന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പെന്റ പി ഡൈ ഡി, അങ്ങനല്ല. ആരുടെയാണ് നോക്കണ്ടേ? ലിഗാൻഡിന്റെ ഫസ്റ്റ് ലെറ്റർ ആൽഫാബറ്റിക്കലി ആരാണോ ഫസ്റ്റ് അതാണ് നോക്കേണ്ടത്. അപ്പൊ പെന്റമൈൻ ക്ലോറിഡോ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായത്, ഒന്നിലധികം ലിഗാൻഡുകൾ വന്നാൽ ആൽഫാബറ്റിക്കലി ആരുടെ ഫസ്റ്റ് ലെറ്റർ ആണോ ആദ്യം വരുന്നത് അത് എഴുതണം. എന്നാൽ ഇനി ലാസ്റ്റ് റൂൾ പറഞ്ഞത് എന്താണ്? ലിഗാൻഡിന്റെ പേരിന്റെ തൊട്ട് മുമ്പ്, ഇപ്പൊ അമൈൻ എഴുതാണെങ്കിൽ അമൈന്റെ തൊട്ട് മുമ്പ്, ക്ലോറിഡോ എഴുതാണെങ്കിൽ ക്ലോറിഡോയുടെ തൊട്ട് മുമ്പ് അവരുടെ നമ്പർ എഴുതണം. എങ്ങനെ? ഡൈ, ട്രൈ, ടെട്ര, പെന്റ, ഹെക്സ. ഓക്കെ, ദിസ് ഈസ് ക്ലിയർ ഫോർ യു? ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. നിങ്ങൾ ലിഗാൻഡിന്റെ നമ്പർ എങ്ങനെ എഴുതുക? ഡൈ, ട്രൈ, ടെട്ര, പെന്റ അങ്ങനെയല്ല എഴുതാം. ചില സമയത്ത് നിങ്ങൾക്ക് ഡൈ, ട്രൈ, ടെട്ര എന്ന് എഴുതാൻ പറ്റില്ല. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ബിസ്, ട്രിസ്, ടെട്രാക്കിസ്, പെന്റാക്കിസ് അങ്ങനെ എഴുതേണ്ടി വരും. എവിടെയാണ് ബിസ്, ട്രിസ്, ടെട്രാക്കിസ്, പെന്റാക്കിസ് എന്നൊക്കെ എഴുതാം? നിങ്ങൾ ലിഗാൻഡ് പല ടൈപ്പ് ഉണ്ട്. മോണോഡെൻഡേറ്റ് ലിഗാൻഡും ഉണ്ട്, പോളിഡെൻഡേറ്റ് ലിഗാൻഡും ഉണ്ട്. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോൺ പെയർ മാത്രം. ആരാ ലിഗാൻഡ്? ആരാ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്, സെൻട്രൽ മെറ്റൽ ആറ്റം ഇതല്ലേ ഇവിടുത്തെ CO അല്ലേ സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ പെയർ കൊടുക്കുന്ന ആൾക്കാരല്ലേ ലിഗാൻഡ്. എന്റെ കയ്യിൽ എൽ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഉണ്ട്, എന്റെ കയ്യിൽ എം എന്ന് പറയുന്ന മറ്റൊരു ലിഗാൻഡ് ഉണ്ട്. ജസ്റ്റ് വിചാരിക്കാം, എന്റെ കയ്യിൽ എൽ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഉണ്ട്. ഓക്കെ, എം എ നിർത്തും. ഓക്കെ, എന്റെ കയ്യിൽ എൽ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്, എം എ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്. എൽ എന്ന് പറയുന്ന ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ പെയർ കൊടുക്കുകയാണെങ്കിൽ അയാൾ മോണോഡെൻഡേറ്റ് എന്ന് പറയും. എന്നാൽ എന്റെ കയ്യിലുള്ള എം എ എന്ന് പറയുന്ന ലിഗാൻഡ് 2 ഇലക്ട്രോൺ പെയർ അല്ലെങ്കിൽ 2 ഡോണർ ആറ്റങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അതിനെ ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ പോളിഡെൻഡേറ്റ് എന്ന് വിളിക്കും. അപ്പോ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് എന്റെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഡൈ, ട്രൈ ഒന്നും ചേർക്കാൻ നിൽക്കരുത്. അവിടെ എന്ത് ചേർക്കണം? ബിസ്, ട്രിസ്, ടെട്രാക്കിസ്. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ Cl മൈനസ് എന്ന് പറയുമ്പോൾ അതിന് എത്ര ഇലക്ട്രോൺ പെയർ കൊടുക്കാൻ കഴിയും? ഒരു ഇലക്ട്രോൺ പെയർ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഡൈ, ട്രൈ, ടെട്ര ചേർക്കും. എന്നാൽ Cn മൈനസ് നോക്ക്, അതിന് അറ്റ് എ ടൈം എത്ര ഇലക്ട്രോൺ പെയർ കൊടുക്കാൻ കഴിയും? ഒരു ഇലക്ട്രോൺ പെയർ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അവിടെ നമ്മൾ ഡൈ, ട്രൈ, ടെട്ര കൊടുക്കും. എന്നാൽ ഇവിടെ സൂക്ഷിച്ചു നോക്ക്, COO മൈനസ് ഇവിടെ ശ്രദ്ധിക്ക്, ഇവിടെ എത്ര ഉണ്ട്? അതായത് ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ, ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ. എത്ര ഇലക്ട്രോൺ പെയറിന് കൊടുക്കാൻ കഴിയും? യെസ്, ഇതാരാണ്? COO മൈനസ്. ഓക്സലേറ്റോ എന്ന് പറഞ്ഞ ആളല്ലേ? ഓക്സലേറ്റോ എന്ന് പറയുന്ന ആൾക്കാർക്ക് എത്ര ഇലക്ട്രോൺ പെയറിന് കൊടുക്കാൻ കഴിയും? 2 ഇലക്ട്രോൺ പെയറിന് കൊടുക്കാൻ കഴിയും. അവിടെ നമ്മൾ ഡൈ, ട്രൈ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഓക്സലേറ്റോന്റെ കേസിൽ നമ്മൾ ബിസ്, ട്രിസ്. അപ്പൊ ഞാൻ പറയണം, എന്റെ കയ്യിൽ ഓക്സലേറ്റോ 2 ഉണ്ട്. ജസ്റ്റ് വിചാരിക്കാം, എന്റെ കയ്യിൽ ഓക്സലേറ്റോ 2 ഉണ്ട്. എങ്ങനെ ഇതിന്റെ പേര് കൊടുക്കുക? ഡൈ ഓക്സലേറ്റോ എന്നാണ് കൊടുക്കുക? അല്ല, ബിസ് ഓക്സലേറ്റോ. അപ്പോ മോണോഡെൻഡേറ്റ് ആണെങ്കിൽ ഞാൻ ഡൈ, ട്രൈ, ടെട്ര എന്ന് കൊടുക്കും. അത് പോളിഡെൻഡേറ്റ് ആണെങ്കിൽ എന്ത് കൊടുക്കും? ബിസ്, ട്രിസ്, ടെട്രാക്കിസ്. എന്താണ് മോണോഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ പെയർ മാത്രം കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഡോണർ ആറ്റം മാത്രമുള്ള ലിഗാൻഡ് എന്ത് വിളിച്ചു? മോണോഡെൻഡേറ്റ്. എന്നാൽ അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 2 ഇലക്ട്രോൺ പെയർ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിച്ച പേരാണത് പോളിഡെൻഡേറ്റ്. അല്ലെങ്കിൽ 3 കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിച്ച പേരാണത് പോളിഡെൻഡേറ്റ്. അല്ലെങ്കിൽ 4 കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിച്ച പേരാണത് പോളിഡെൻഡേറ്റ്. ഓക്കെ, പോളിഡെൻഡേറ്റ് ആണ് ബിസ്, ട്രിസ്, ടെട്രാക്കിസ്. മോണോഡെൻഡേറ്റ് ആണ് ഡൈ, ട്രൈ, ടെട്ര എന്നുള്ളത് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് റൂൾ നമ്പർ 4. നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിന് പേര് കൊടുക്കുകയാണ്. ആദ്യം ലിഗാൻഡ് കൊടുത്തു, ലിഗാൻഡിന് എങ്ങനെയൊക്കെ പേര് കൊടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതായിരിക്കും പേര് കൊടുക്കേണ്ടത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എങ്ങനെ പേര് കൊടുക്കാം എന്നുള്ളത് നോക്കാം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എങ്ങനെ പേര് കൊടുക്കാം എന്നുള്ളതാണ്.
ഞാൻ നിങ്ങളോട് പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ ആയിട്ട് വരാം, അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ എന്തായിട്ട് വരാം, ആനയോൺ ആയിട്ട് വരാം. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉണ്ടല്ലോ. അതായത് നമുക്കറിയാം എന്താണ് കോർഡിനേഷൻ സ്ഫിയർ, എന്താണ് അയോണൈസേഷൻ സ്ഫിയർ എന്നറിയാലോ. CONH3 6 times CONH3 6 times Cl3. ഇതെന്താണ്? ഇത് കോർഡിനേഷൻ സ്ഫിയർ, സെൻട്രൽ മെറ്റൽ ആറ്റം, ലിഗാൻഡ്, കൗണ്ടർ അയോൺസ് അല്ലെ. അപ്പോ ഇത് അയോണൈസേഷൻ സ്ഫിയർ, ഇത് കോർഡിനേഷൻ സ്ഫിയർ. അയോണൈസേഷൻ സ്ഫിയർ ആണോ കോർഡിനേഷൻ സ്ഫിയർ ആണോ ഫസ്റ്റ് വന്നത്? കോർഡിനേഷൻ സ്ഫിയർ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ ആണ്, അയോണൈസേഷൻ സ്ഫിയർ എന്താണ്? ആനയോൺ ആണ്, അറിയാലോ. അപ്പൊ നമുക്ക് പറയാം കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ട് വരാം. അതേപോലെ തന്നെ കോർഡിനേഷൻ സ്ഫിയർ എങ്ങനെയും വരാം, കാറ്റയോൺ ആയിട്ട് വരാം. കാറ്റയോൺ ആയിട്ട് വരികയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അതവിടെ നിന്നോട്ടെ. കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. FeCN 6 times K3. ഇവിടെ നോക്കുക, ഇതാരാ? K3 എന്ന് പറയുന്നത് ആരാ? അയോണൈസേഷൻ സ്ഫിയർ അല്ലെങ്കിൽ കൗണ്ടർ അയോൺ. എന്നാൽ FeCN6 ധാരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം, ലിഗാൻഡ് അല്ലെ. സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടതാണ് കോർഡിനേഷൻ സ്ഫിയർ അല്ലെ. ആരാ ഫസ്റ്റ് വന്നത്? അയോണൈസേഷൻ സ്ഫിയർ ഫസ്റ്റ് വന്നു. അപ്പൊ ഇയാളാരാ? കാറ്റയോൺ. ഇവിടെ കോർഡിനേഷൻ സ്ഫിയർ എന്താന്ന്? സെക്കൻഡ് ആവുന്നത്. അപ്പൊ ഇയാളാരാ? ആനയോൺ. അപ്പോ എപ്പോഴെങ്കിലും കോർഡിനേഷൻ സ്ഫിയർ അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ആനയോണിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആണെങ്കിൽ, കാറ്റയോൺ ആണെങ്കിൽ കുഴപ്പമില്ലേ, ആനയോൺ ആണെങ്കിൽ മെറ്റലിന്റെ പേരിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചേർക്കും? ATE. എന്ത് ചേർക്കും? ATE. ശ്രദ്ധിക്കുക. അതായത് നമുക്ക് പറയാം കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ ആയിട്ടും വരാം, കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ടും വരാം. എങ്ങനെ നോക്ക്, ഇതാ കോർഡിനേഷൻ സ്ഫിയർ ഫസ്റ്റ് വന്നു, അപ്പൊ ഇത് കാറ്റയോണാ. കോർഡിനേഷൻ സ്ഫിയർ സെക്കൻഡ് വന്നു, അപ്പൊ ആനയോണാ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ ആയിട്ടും വരാം, കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ടും വരാം. അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ട് വരുന്ന കേസിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേരിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ATE. പറഞ്ഞുതരാം. ഇവിടെ കൊബാൾട്ട് ആണ് വന്നത് എന്ന് വിചാരിക്കാം. അതായത് ഇവിടെ വന്നത് കൊബാൾട്ട് ആണെന്ന് വിചാരിച്ചോ. അതായത് കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആണ്, അതായത് കോർഡിനേഷൻ സ്ഫിയർ രണ്ടാമത് വന്നു. അവിടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതുമ്പോൾ 8. ഉദാഹരണം പറയാം, കൊബാൾട്ട് വന്നു, അപ്പൊ എനിക്ക് വിളിക്കാം എന്ത്? കൊബാൾട്ട് എന്നല്ലേ പേര്. അതിന്റെ കൂടെ എന്തും കൂടെ ചേർക്കണം? 8. അപ്പൊ എന്ത് ചെയ്യും? കൊബാൾട്ടേറ്റ്. ഇപ്പൊ നിക്കൽ വന്നു, നിക്കലിന്റെ കൂടെ എന്ത് ചേർക്കും? 8. അപ്പൊ എന്ത് ചെയ്യും? നിക്കലേറ്റ് എന്ന് വരും. ഓക്കെ. അപ്പോ ഏതൊരു കോർഡിനേഷൻ സ്ഫിയറും എന്തായിട്ട് വന്നാൽ, ആനയോൺ ആയിട്ട് വന്നാൽ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പേര് കൊടുക്കുമ്പോൾ അതിന്റെ പേരിന്റെ കൂടെ ലാസ്റ്റ് ചേർക്കുന്നത് എന്താണ്? സഫിക്സ്. ഓക്കെ. ഫസ്റ്റ് ചേർക്കുന്നത് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നത്. അപ്പോ സഫിക്സ് ലാസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ 8. അപ്പൊ കൊബാൾട്ടേറ്റ്, നിക്കലേറ്റ്, അങ്ങനെ പോകും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോ Fe എഴുതുന്ന സമയത്ത് അയോണേറ്റ് എന്നല്ല പറയാം. Fe എഴുതുമ്പോൾ ചില ആൾക്കാരുടെ ലാറ്റിൻ നെയിമാണ് യൂസ് ചെയ്യുക. ചില ആൾക്കാരുടെ ലാറ്റിൻ നെയിമിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ 8 ചേർക്കുക. ആരൊക്കെ ലാറ്റിൻ നെയിം? ഇപ്പൊ Fe എടുക്കുക. Fe അയൺ എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ ശരിക്കുള്ള പേരെന്താണ്? ഫെറസ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഫെറൈറ്റ്. ഓക്കെ. കോപ്പർ, Cu. കുപ്ര. ഓക്കെ. കുപ്രൈറ്റ്. Au ഗോൾഡിന് എന്താ പറയാ? ഓറം. അപ്പൊ ഒറേറ്റ്. ഇപ്പോ Ag സിൽവർ നമ്മൾ പറയുന്നത് അർജന്റേറ്റ്. അപ്പൊ സിൽവർ ആണ് വന്നെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്താണ്? 8 ചേർത്തിട്ട് അർജന്റേറ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ? നമ്മുടെ കോർഡിനേഷൻ സ്ഫിയർ എന്തായിട്ട് വന്നു? ആനയോൺ ആയിട്ട് വന്നു. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആയിട്ട് വരുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേരിന്റെ കൂടെ എന്ത് ചേർക്കണം? 8 അല്ലെങ്കിൽ ATE ചേർക്കണം. ചില ആൾക്കാരുടെ ലാറ്റിൻ നെയിമിൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ലാറ്റിൻ നെയിം ഉള്ള ആൾക്കാർ ആനയോൺ ആയിട്ട് വരുമ്പോൾ മാത്രം അവരുടെ ലാറ്റിൻ നെയിമിന്റെ കൂടെയാണ് എന്ത് ചേർക്കേണ്ടത്? ATE ചേർക്കേണ്ടത്. ഇപ്പൊ Fe ആണെങ്കിൽ ഫെറൈറ്റ്, Cu ആണെങ്കിൽ കുപ്രൈറ്റ്, ഗോൾഡ് ആണെങ്കിൽ ഒറൈറ്റ്, Ag ആണെങ്കിൽ അർജന്റേറ്റ്. ഇപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് നമുക്ക് ചേർക്കാം. അപ്പൊ PB ആണെങ്കിൽ പ്ലംബൈറ്റ്, അപ്പോൾ സ്റ്റാനൈറ്റ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങനെ ചേർത്ത് പോവാം. ഓക്കെ. ഇനി
അടുത്തത് ശ്രദ്ധിക്കുക, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് നെയിം കൊടുക്കുമ്പോൾ എന്താ നോക്കണ്ടേ? സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഭാഗമാണ്. ആ കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ ആണെങ്കിൽ പ്രശ്നമില്ല. ആനയോൺ ആണെങ്കിൽ എന്ത് ചേർക്കണം? ആനയോൺ ആണെങ്കിൽ എന്ത് ചേർക്കണം? യെസ്, ആനയോൺ ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേരിന്റെ ലാസ്റ്റ് 8 ചേർക്കണം. കൊബാൾട്ടേറ്റ്, നിക്കലേറ്റ്. ഇവിടെ നോക്കുക നമ്മുടെ കോർഡിനേഷൻ സ്ഫിയർ എന്താ? കോർഡിനേഷൻ സ്ഫിയർ എന്താ? സെൻട്രൽ മെറ്റൽ ആറ്റാണോ? അല്ലെ? കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ആനയോൺ അല്ലേ? കോർഡിനേഷൻ സ്ഫിയർ എന്താണ്? ആനയോൺ ആണ്. കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ പേര് കൊടുക്കും? ഫസ്റ്റ് ആരുടെ പേര് കൊടുക്കേണ്ടത്? കാറ്റയോൺ. കാറ്റയോൺ ആരാ? പൊട്ടാസ്യം അല്ലെ? കാറ്റയോൺ പൊട്ടാസ്യം. ഓക്കെ, കാറ്റയോണിന്റെ പേര് എഴുതി. ഇനി ആരുടെ പേര് എഴുതണം? ആനയോണിന്റെ പേര് എഴുതണം. ആരാ ആനയോൺ? ആനയോൺ ഇവിടെ? ആരാണ് ഇവിടുത്തെ ആനയോൺ? ആരാണ് ആനയോൺ? യെസ്, കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ആരെ എഴുതണം? ലിഗാൻഡ് എഴുതണം. ആരാ ഇവിടുത്തെ ലിഗാൻഡ്? CN മൈനസ് അല്ലേ? CN മൈനസ് നെഗറ്റീവ് ലിഗാൻഡ്. CN എന്ന് പറഞ്ഞാൽ സയനൈഡ്, നെഗറ്റീവ് ലിഗാൻഡ് പോലെ ലാസ്റ്റ് O. അപ്പോൾ സയനൈഡോ നമുക്ക് പറയാം. എന്ത്? സയനൈഡോ അല്ലേ? സയനൈഡോ ആൽഫാബറ്റിക് ഓർഡർ നോക്കണോ? വേണ്ട, കാരണം ഒറ്റ ലിഗാൻഡേ ഉള്ളൂ, അപ്പൊ പ്രശ്നമില്ല. സയനൈഡോ. പക്ഷെ സയനൈഡോന്റെ മുമ്പ് ആരെ കൊടുക്കണം? നമ്പർ കൊടുക്കണം. എന്താ നമ്പർ? 6 ആണ് അല്ലേ? ഇത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് സയനൈഡ്. അപ്പൊ ഞാൻ എന്ത് കൊടുക്കും? ഹെക്സ. അപ്പൊ എന്ത് കിട്ടി? ഹെക്സ സയനൈഡോ. ഇനി ആരുടെ പേര് കൊടുക്കണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് കൊടുക്കണം. എന്താ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര്? അയൺ എന്ന് കൊടുത്താൽ മതിയോ? പറ്റൂല, കാരണം എന്താണ്? കോർഡിനേഷൻ സ്ഫിയർ ആനയോണ. അപ്പൊ പറ്റൂല. 8 ചേർക്കണം. അയണേറ്റ് എഴുതാൻ പറ്റുമോ? പറ്റൂല. ചില ആൾക്കാർക്ക് ലാറ്റിൻ നെയിം ഉള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കണം? ലാറ്റിൻ നെയിമിന്റെ ലാസ്റ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പോ നമുക്ക് എന്ത് ചെയ്താം? ഫെറൈറ്റ് എന്ന് എഴുതാം. അപ്പോ പൊട്ടാസ്യം ഹെക്സാ സൈനിഡോ ഫെറൈറ്റ്. പൊട്ടാസ്യം ഹെക്സാ സൈനിഡോ ഫെറൈറ്റ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇടണം. ഈ ബ്രാക്കറ്റില് ആരുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. എങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം എന്നുള്ളത് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ കാണുന്ന സമയത്ത് നമ്മൾ നോക്കാം K3FeCN6. ഓക്കെ, ഇത് ആരാണ്? ഇത് കാറ്റയോൺ ആണെന്ന് നമുക്കറിയാം. കാറ്റയോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. ഇതാരാണ്? ആനയോൺ എന്ന് പറയാം. ആനയോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഇനി എന്റെ കാര്യം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ചാർജ്, ഗ്രൂപ്പിൽ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ചാർജ് +1, സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ചാർജ് +2. ഇനി ഹാലോജൻസ്, അതായത് നോബിൾ ഗ്യാസിന് തൊട്ടുമ്പോൾ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ, ഹാലോജൻസിന്റെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? ക്ലോറിന്റെ ചാർജ് -1, ബ്രോമിന്റെ ചാർജ് -1, ഫ്ലോറിന്റെ ചാർജ് എന്താണ്? -1. അവരുടെ ചാർജ് എന്തായിരിക്കും? -1 ആണെന്നുള്ള മൈൻഡിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ലിസൺ. ഇവിടെ ഞാൻ നോക്കുക K3FeCN6 ടൈംസ്. ഈ കോമ്പൗണ്ടിന്റെ, ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചാർജ് എത്രയാണ്? ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചാർജ് എത്രയാണ്? പറ, ചാർജ് എത്രയാണ്? നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോ H എന്ന് എഴുതുന്ന സമയത്ത് ഇതിന്റെ ചാർജ് എന്താ? ഇവിടെ ചാർജ് ഇല്ലല്ലോ, അപ്പൊ അതിന്റെ ചാർജ് 0. ഓക്കെ, ഇനി H+ എന്ന് എഴുതുന്ന സമയത്ത് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചാർജ് എത്രയാണ്? +1. ഇനി OH മൈനസ് ഇതിന്റെ കൂടെ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. എന്റെ ചാർജ് എത്രയാണ്? -1. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും മുറിയുണ്ടോ എന്ന് ചോദിച്ചു, മുറിവായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ കയ്യിൽ മുറിവായിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണൂലേ? നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ നോക്കിയാൽ കാണൂലേ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ചാർജ് എന്താ? ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചാർജ് എന്താണ്? ഇതിന് ചാർജ് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ചാർജ് ഇല്ല. അപ്പൊ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് നിങ്ങൾക്ക് കിട്ടി എന്ത്? 0. The net charge of this coordination compound is 0. This is clear for you? Okay. ഇനി ഇതിന് കാറ്റയോൺ ഭാഗമുണ്ട്, ആനയോൺ ഭാഗമുണ്ട്. കാറ്റയോണിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ്. ആനയോണിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്. ഞാൻ നോക്കുകയാണ്, കാറ്റയോൺ ആരാ? പൊട്ടാസ്യം. എത്ര പൊട്ടാസ്യം ഉണ്ട്? 3 പൊട്ടാസ്യം. ഒരു പൊട്ടാസ്യത്തിന്റെ ചാർജ് എത്രയാണ്? K+. ഒരു പൊട്ടാസ്യത്തിന്റെ ചാർജ് +1 ആണ്. അങ്ങനെയാണ് എത്ര പൊട്ടാസ്യം ഉണ്ട്? 3 പൊട്ടാസ്യം ഉണ്ട്. അതിന് ടോട്ടൽ ചാർജ് എത്ര വരും? +3. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കാറ്റയോൺ എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ ചാർജ് എത്രയാണ്? This is clear for you? ടോട്ടൽ ചാർജ് എത്രയാണ്? +3 അല്ലേ? നമുക്കറിയാം ഇതിന്റെ നെറ്റ് ചാർജ് 0 ആണ്. എന്ന് വെച്ചാൽ കാറ്റയോണിന്റെ ചാർജ് പ്ലസ് ആനയോണിന്റെ ചാർജ് എനിക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. കാറ്റയോണിന്റെ ചാർജ് എനിക്ക് എത്ര കിട്ടിയത്? +3 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആനയോണിന്റെ ചാർജ് എന്തായിരിക്കണം? ആനയോണിന്റെ ചാർജ് 3 കിട്ടണം, -3 കിട്ടണം. എന്നല്ലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ഇത് 0 ആവുള്ളൂ. ഓക്കെ, അപ്പോ കാറ്റയോണിന്റെ ചാർജ് എനിക്ക് എന്ത് കിട്ടി? +3 കിട്ടി. അപ്പോൾ ആനയോണിന്റെ ചാർജ് എത്രയാണ്? ആനയോണിന്റെ ചാർജ് -3 ആണെന്നുള്ള മനസ്സിലായി. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ചോദിക്കട്ടെ,
ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര? ചാർജ് ഉണ്ടോ? യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ -3 എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആരൊഴിവാക്കണം? ഓക്സിഡേഷൻ നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടർ അയോൺ അല്ലെങ്കിൽ അയോണൈസേഷൻ സ്ഫിയർ ഉണ്ടെങ്കിൽ അയാളെ ഒഴിവാക്കണം. എന്നിട്ട് കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്രയാണോ അത് കൊടുത്തു ചെയ്യാം. കാരണം കാറ്റയോണിന്റെ ചാർജ് +3 ആണ്. ടോട്ടൽ ചാർജ് എത്രയാണ്? 0 ആണ്. ഇപ്പൊ കാറ്റയോൺ +3 ആണെങ്കിൽ ടോട്ടൽ ചാർജ് 0 ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? കാറ്റയോണിന്റെ ചാർജ് +3 ആയിരിക്കും, ആനയോണിന്റെ ചാർജ് -3 ആവണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? 0 ആവുള്ളൂ. കാറ്റയോൺ പോസിറ്റീവ്, ആനയോൺ നെഗറ്റീവ്. കാറ്റയോണിന്റെ ചാർജ് എനിക്ക് കിട്ടി +3, അപ്പൊ ആനയോണിന്റെ ചാർജ് -3 കിട്ടി. എങ്ങനെയാണ് ഇത് കിട്ടിയത്? യെസ്, വെരി സിമ്പിൾ. നെറ്റ് ചാർജ് എത്രയായിരുന്നു? 0 ആയിരുന്നു. നെറ്റ് ചാർജ് ഒരാൾ +3 ആണെങ്കിൽ അപ്പുറത്ത് എങ്ങനെ 0 ആവുക? യെസ്, ആനയോൺ എന്തായിരിക്കണം? -3 ആവും. അപ്പൊ ആനയോണിന്റെ ചാർജ് കിട്ടി. ഇനി ശ്രദ്ധിക്കാം, CN എന്ന് പറയുന്നത് ആരാ? സയനൈഡ് അല്ലെ? സയനൈഡ് എങ്ങനെ ഞാൻ എഴുതിയത്? CN- അല്ലേ? സയനൈഡ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ലിഗാൻഡ് ആണ്. സയനൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് ലിഗാൻഡ് ആണ്. മേക്ക് ഇറ്റ് ക്ലിയർ. സയനൈഡ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ലിഗാൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സയനൈഡിന്റെ ചാർജ് ആണ് -1. ഞാൻ ചോദിക്കട്ടെ, ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? കോർഡിനേഷൻ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് -3. അതിൽ ഒരു സയനൈഡിന്റെ ചാർജ് എത്രയാണ്? -1. ഒരു സയനൈഡിന്റെ ചാർജ് -1. അങ്ങനെയാണെങ്കിൽ എത്ര സയനൈഡ് ഉണ്ട് അവിടെ? 6 സയനൈഡ്. ഒരു സയനൈഡിന്റെ ചാർജ് -1 ആണെങ്കിൽ 6 സയനൈഡിന്റെ ചാർജ് എത്രയായിരിക്കും? 1 -1. അങ്ങനെ 6 പേരാണെങ്കിൽ യെസ് -6 ആണ്. Fന്റെ ചാർജ് അറിയോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? X ആക്കി എടുത്തു. Fന്റെ ചാർജ് എത്രയാണ്? X. സയനൈഡ് ഒരാളുടെ ചാർജ് എത്രയാണ്? -1. അങ്ങനെ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ടോട്ടൽ എനിക്ക് എത്ര കിട്ടും? -3. ശ്രദ്ധിക്കുക, കോർഡിനേഷൻ സ്ഫിയറിന് ചാർജ് ഉണ്ടോ? യെസ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചാർജ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു കോർഡിനേഷൻ സ്ഫിയർ ഇവിടെ വരച്ചു, അതിന് ചാർജ് ഉണ്ടോ? ഇല്ല, ഇവിടെ ചാർജ് ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ചാർജ് ഉണ്ട്. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര? -1. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണം, സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും കൂടെ ചേർന്നതാണ് എന്ത്? കോർഡിനേഷൻ സ്ഫിയർ. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ചാർജ് -1 ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് പ്ലസ് ലിഗാൻഡുകളുടെ ചാർജ് എനിക്ക് എത്ര കിട്ടണം? -1 കിട്ടണം. എന്നാൽ ഇവിടെ നോക്ക്, കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് +3 ആണ്. ഞാൻ ചോദിക്കണം, ഈ കോർഡിനേഷൻ സ്ഫിയറിന് ചാർജ് ഉണ്ടോ? യെസ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചാർജ് ഉണ്ടെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ചാർജ് ഉണ്ടോ? യെസ്, -3 ആണ് ചാർജ്. അപ്പൊ ടോട്ടൽ ചാർജ്, ഈ കോർഡിനേഷൻ സ്ഫിയറിന് ടോട്ടൽ ചാർജ് എത്രയാണ്? -3 ആണ്. അത് എങ്ങനെ -3 വന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എന്തോ ഒരു ചാർജ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം സയനൈഡിന്റെ ചാർജ് എത്രയാണ്? ഒരു സയനൈഡിന്റെ ചാർജ് -1 ആണ്. അങ്ങനെ എത്ര സയനൈഡ് ഉണ്ട്? എത്ര സയനൈഡ് ഉണ്ട്? 6 ഉണ്ട്. അപ്പൊ 6 കൂടി ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? -6. അപ്പൊ എനിക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. X എത്ര വരും? X is equal to ഇത് അങ്ങോട്ടേക്ക് -6 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +6 -3 +6 എത്ര വരും? യെസ്, നമുക്ക് കിട്ടും എന്ത്? X is equal to +3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാം എന്ത്? അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, നമുക്ക് പേര് എഴുതാം. എങ്ങനെ പേര് എഴുതാൻ പറ്റും? യെസ്, K3 FeCN6. Fന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെ പേര് പറയാൻ പറ്റും? ഫസ്റ്റ് ആര്? കാറ്റയോൺ, പൊട്ടാസ്യം. ഓക്കെ, പിന്നെ ആനയോൺ ആരാ? കോർഡിനേഷൻ സ്ഫിയറിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്. ആരുടെ പേര് ഫസ്റ്റ് ചെയ്തു? ലിഗാൻഡിന്റെ പേര് ഫസ്റ്റ് ചെയ്തു. അപ്പൊ ലിഗാൻഡ് ആരാണ്? സയനൈഡ് ആണെങ്കിൽ സയനിഡോ എന്ന് വെറുതെ എഴുതിയാൽ മതിയോ? ഇല്ല, കൂടുതൽ പേരുണ്ടെങ്കിൽ ആൽഫാബറ്റിക് ഓർഡർ. ഇവിടെ ആൽഫാബറ്റിക് ഓർഡർ നോക്കണോ? വേണ്ട, ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി എന്ത് കൊടുക്കണം? ഫസ്റ്റ് അയാളുടെ പേര് പ്രിഫിക്സ് ആയിട്ട് അയാളുടെ നമ്പർ കൊടുക്കണം. എത്ര വരും? ഹെക്സ. എന്ത് കൊടുക്കും? ഹെക്സ. അപ്പൊ പൊട്ടാസ്യം ഹെക്സ സൈനിഡോ. ഇനി ആരാണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം. ആരാണത്? സെൻട്രൽ മെറ്റൽ ആറ്റം കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആണ് ഇവിടെ അല്ലേ? കാറ്റയോൺ, ആനയോൺ. അപ്പൊ എന്ത് കൊടുക്കും? ഫെറൈറ്റ്. കഴിഞ്ഞോ? ഇല്ല, ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? ഓക്സിഡേഷൻ നമ്പർ എഴുതണം റോമൻ ലെറ്ററിൽ. എത്രയാണ്? +3 ആണ്. അപ്പൊ റോമൻ ലെറ്ററിൽ എങ്ങനെ എഴുതും? യെസ്. അപ്പോ എന്താണ് ഇയാളുടെ പേര്? പൊട്ടാസ്യം ഹെക്സാസൈനിഡോ ഫെറൈറ്റ് 3. സിമ്പിളാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് എഴുതുക എന്നുള്ളതാണ് പഠിച്ചത്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ നോമൻക്ലേച്ചർ എഴുതാൻ ഫസ്റ്റ് റൂൾ എന്താണ്? കോർഡിനേഷൻ സ്ഫിയർ ഉണ്ടാവും, അയോണൈസേഷൻ സ്ഫിയർ ഉണ്ട്. ആരാണോ ഫസ്റ്റ് വരുന്നത് അയാൾ കാറ്റയോൺ, പിന്നെ വരുന്നത് ആനയോൺ.
ആരുടെ പേര് ഫസ്റ്റ് എഴുതണം? കാറ്റയോണിന്റെ പേര് ഫസ്റ്റ് എഴുതണം, ആനയോണിന്റെ പേര് പിന്നെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത്, സെക്കൻഡ് റൂളായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എങ്ങനെ എഴുതാം. കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എഴുതുകയാണെങ്കിൽ ആദ്യം ലിഗാൻഡ് പിന്നെ സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പോൾ ലിഗാൻഡിന്റെ പേര് എങ്ങനെ എഴുതും? ലിഗാൻഡിന്റെ പേര് എഴുതുന്ന നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ലിഗാൻഡ് 3 ടൈപ്പ് ഉണ്ട്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ ലാസ്റ്റ് O ചേർക്കണം. ആരൊക്കെ നെഗറ്റീവ് ലിഗാൻഡ് നമ്മൾ പറഞ്ഞു. ഇനി പോസിറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ ലാസ്റ്റ് IUM ചേർക്കണം. ആരൊക്കെ പോസിറ്റീവ് ലിഗാൻഡ് നമ്മൾ പറഞ്ഞു. ന്യൂട്രൽ ലിഗാൻഡ് ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ പേരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പേരുണ്ടാവും. ആരൊക്കെ ന്യൂട്രൽ എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞില്ല, ലിഗാൻഡിന് ഇത്രയും ആൾക്കാരുടെ നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. പിന്നെ നമ്മൾ നോക്കണം എത്ര ലിഗാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ലിഗാൻഡ് കോർഡിനേഷൻ സ്ഫിയറിലുണ്ട്. ഒന്നിലധികം ടൈപ്പ് ഉണ്ടെങ്കിൽ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയും. ഒന്നിലധികം ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം ഏത് ലിഗാൻഡിന്റെ പേരാണോ ആൽഫാബറ്റിക്കലി ഫസ്റ്റ് വരുന്ന അയാളെ ഫസ്റ്റ് എഴുതണം. കഴിഞ്ഞിട്ടില്ല. ഇനി ലിഗാൻഡിന്റെ നമ്പർ, ഒരു ലിഗാൻഡ് ആണെങ്കിൽ എഴുതണ്ട, 2 ലിഗാൻഡ് ആണെങ്കിൽ ഡൈ, 3 ലിഗാൻഡ് ആണെങ്കിൽ ട്രൈ. അങ്ങനെ എന്ത് ചെയ്യണം? ലിഗാൻഡിന്റെ നമ്പർ എവിടെ ചേർക്കണം? മുമ്പ്, ലിഗാൻഡിന്റെ പേരിന് മുമ്പ്. അപ്പൊ അമൈൻ ആണെങ്കിൽ ഡൈ അമൈൻ, ട്രൈ അമൈൻ കൊടുക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കണം എന്ത്, ചില ലിഗാൻഡുകൾ പോളിഡെൻഡേറ്റ് ആയിരിക്കും. എന്താ മോണോഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്? മോണോഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ പെയർ മാത്രം കൊടുക്കുന്ന ഒരു ഡോണർ സൈറ്റ് മാത്രമുള്ള ആള്. എന്താണ് പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് തന്നെ ഒന്നിലധികം ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ബിസും ട്രിസും. ഇപ്പോൾ ഓക്സലേറ്റ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്നുണ്ട്? ഒന്നിലധികം, 2 ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ബിസ് ഓക്സലേറ്റോ ട്രിസ് ഓക്സലേറ്റോ എന്നുള്ളത് ചേർക്കണം. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പേര് കൊടുക്കണം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എങ്ങനെ പേര് കൊടുക്കുക? സെൻട്രൽ മെറ്റൽ ആറ്റം നോക്കുക. സെൻട്രൽ മെറ്റൽ ആറ്റം ഇതിനകത്ത് കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ ആയിട്ടും വരാം, ആനയോൺ ആയിട്ട് വരാം. കാറ്റയോൺ ആയിട്ട് വരികയാണെങ്കിൽ മാറ്റി വെക്കുക. ഓക്കെ, എന്താണോ അതിന്റെ പേര് അത് മാത്രം കൊടുക്കുക. ആനയോൺ ആയിട്ട് വരികയാണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേരിന്റെ കൂടെ ATE ചേർക്കുക. എന്താണ്? കൊബാൾട്ടേറ്റ്, നിക്കലൈറ്റ്. തീർന്നിട്ടില്ല. എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ലാറ്റിൻ നെയിം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെയാണ് ATE ചേർക്കേണ്ടത്. ATE ചേർക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുക, CONH3 6 times Cl3. ഇവിടെ നോക്കുക, ഇതാരാ? ഇത് കോർഡിനേഷൻ സ്ഫിയർ, സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളത് കോർഡിനേഷൻ സ്ഫിയർ. ഓക്കെ, ഇതാരാ? Cl3. അതാരാണ്? കൗണ്ടർ അയോൺ അല്ലെങ്കിൽ അയോണൈസേഷൻ സ്ഫിയർ. ഫസ്റ്റ് എഴുതുന്ന ആളാരാണ്? കാറ്റയോൺ. പിന്നെ എഴുതുന്നത് ആരാ? ആനയോൺ. ക്ലിയർ ആണ്? ഫസ്റ്റ് കാറ്റയോൺ പിന്നെ ആനയോൺ. ഓക്കെ, ആരുടെ പേര് ഫസ്റ്റ് എഴുതും? കാറ്റയോണിന്റെ പേര് ഫസ്റ്റ് എഴുതും. അപ്പൊ കാറ്റയോൺ ആരാ? കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ആരെ എഴുതണം? ലിഗാൻഡ് എഴുതണം. ഇവിടുത്തെ ലിഗാൻഡ് ആരാ? അമൈൻ ആണ്. യെസ്, ഇങ്ങനെ മനസ്സിലായി. ലിഗാൻഡ് നമ്മൾ നോക്കണം. ലിഗാൻഡ് ആരാ? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ? NH3 എന്താ? ന്യൂട്രൽ ലിഗാൻഡാ. അപ്പൊ അതിന്റെ പേര് അമൈൻ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിലധികം ലിഗാൻഡ് ഉണ്ടോ? ഇല്ല, ഒറ്റ ടൈപ്പ്. NH3 എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈപ്പ് ലിഗാൻഡേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ NH3 എന്നുള്ളത് ചേർത്തു. കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചേർക്കണം? അതിന് തൊട്ട് മുമ്പ് എണ്ണം എഴുതണം. എത്രയാണ് എണ്ണം? 6 ആണെങ്കിൽ നമ്മൾ കൊടുക്കണം. ഇത് മോണോഡെൻഡേറ്റ് ലിഗാൻഡാ. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ നമ്മൾ ഹെക്സമൈൻ എന്ത് കൊടുക്കും? ഹെക്സമൈൻ. ഓക്കെ, ഹെക്സമൈൻ എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ. അപ്പൊ നമ്മൾ ATE ചേർക്കണോ? സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെ, ലിഗാൻഡിന്റെ പേര് എഴുതി, ഹെക്സമൈൻ എന്നുള്ളത് എഴുതി. ആദ്യം അമൈൻ എഴുതി, പ്രിഫിക്സ് ആയിട്ട് ഹെക്സാന്ന് എഴുതി. ഇനി ആരാണ്? സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതാം. ഇവർക്കിടയിൽ സ്പേസ് ഇല്ലേ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം. ആരാ സെൻട്രൽ മെറ്റൽ ആറ്റം? കൊബാൾട്ടിന് ലാറ്റിൻ നെയിം ഒന്നും ഇല്ല. അപ്പൊ കൊബാൾട്ടേറ്റ് എന്ന് കൊടുക്കണോ? വേണ്ട. കാരണം എന്താണ്? കോർഡിനേഷൻ സ്ഫിയർ കാറ്റയോൺ. എപ്പൊ മാത്രം കൊബാൾട്ടേറ്റ് കൊടുത്താൽ മതി? കോർഡിനേഷൻ സ്ഫിയർ ആനയോൺ ആണെങ്കിൽ ഇവിടെ എന്ത് മാത്രം മതി? കൊബാൾട്ട്. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ എഴുതണം. ശ്രദ്ധിക്കുക, ഇവർക്കിടയിൽ ഒന്നും എന്തില്ല? സ്പേസ് ഇല്ല. അപ്പൊ കാറ്റയോൺ ഫുൾ എഴുതി കഴിഞ്ഞു. ഇനി ആരാണ്? ആനയോൺ ആരാ? ക്ലോറൈഡ്. ചുമ്മാ ക്ലോറൈഡ് എന്ന് കൊടുക്കുക. ഇവർക്കിടയിൽ ഒരൊറ്റ സ്പേസ് മാത്രം. കാറ്റയോണും ആനയോണും ഇടയിൽ ഒരു കുഞ്ഞു സ്പേസ് മാത്രം. ഓക്കെ, അപ്പൊ എന്താണ്? ഹെക്സമൈൻ, കൊബാൾട്ട്. ഇവിടെ എന്ത് എഴുതണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം, ക്ലോറൈഡ്. എങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നതിന്റെ? പറ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണമെങ്കിൽ ആദ്യം ആരെ ഒഴിവാക്കണം? കൗണ്ടർ അയോണോ ഒഴിവാക്കണം. ആരാ കൗണ്ടർ അയോൺ? Cl3. അപ്പോ കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. ഫസ്റ്റ് കൗണ്ടർ അയോൺ ആയിട്ടുള്ള ആനയോൺ ഒഴിവാക്കുക. ആനയോണിന്റെ ചാർജ് എന്തായിരിക്കും? ആനയോണിന്റെ ചാർജ് നെഗറ്റീവ് എന്നറിയാലോ. അപ്പൊ ആനയോൺ ഏതാണ്? ആനയോൺ Cl ഞാൻ പറഞ്ഞ ഹാലോജന്റെ ചാർജ് എത്ര ആയിരിക്കും? -1 ആണ്. ക്ലോറിൻ ആയിക്കോട്ടെ, ബ്രോമിൻ ആയിക്കോട്ടെ, അയോഡിൻ ആയിക്കോട്ടെ, ചാർജ് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോ എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിന്റെ ചാർജ് -1. അങ്ങനെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എത്ര വരും? യെസ്, -3. നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കാം,
ഇതാണ് എൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചാർജ് കാണാൻ പറ്റുന്നുണ്ടോ? CO NH3 6 ടൈം Cl3 ഇവിടെ ഓടി ചാർജ് ഇല്ല. അപ്പൊ എനിക്ക് പറയാം എന്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ നെറ്റ് ചാർജ് എന്താ? കോമ്പൗണ്ടിന്റെ ചാർജ് എന്താണ്? 0 ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചാർജ് 0 ആണ്. അങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചാർജ് എപ്പോഴാണ് 0 ആവുക? കാറ്റയോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ആനയോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പൊ കാറ്റയോണിന്റെ ചാർജ് പ്ലസ് ആനയോണിന്റെ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കണം. ഇവിടെ കാറ്റയോൺ ആരാ? കോർഡിനേഷൻ സ്ഫിയർ. ഇവിടെ ആനയോൺ ആരാ? അയോണൈസേഷൻ സ്ഫിയർ. ഇപ്പൊ നമുക്ക് പറയാം കോർഡിനേഷൻ സ്ഫിയർ ആയിട്ടുള്ള കാറ്റയോൺ ആയിട്ടുള്ള കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് പ്ലസ് ആനയോൺ ആയിട്ടുള്ള കൗണ്ടർ അയോൺസിന്റെ ചാർജ് കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 0 ആവണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പൊ കാറ്റയോൺ കോർഡിനേഷൻ സ്ഫിയർ അവിടെ നിന്നോട്ടെ. ആനയോൺ ആരാ? കൗണ്ടർ അയോൺ ആരാ? ക്ലോറിന. ഒരു ക്ലോറിന്റെ ചാർജ് എത്രയാണ്? -1. അങ്ങനെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഒരു ക്ലോറിന്റെ കോൺട്രിബ്യൂഷൻ -1 ആണെങ്കിൽ 3 ക്ലോറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? -3. അങ്ങനെയാണ് ഞാൻ പറയാം ആനയോണിന്റെ ചാർജ് -3 ആണെങ്കിൽ കാറ്റയോണിന്റെ ചാർജ് -3 ആണെങ്കിൽ കാറ്റയോണിന്റെ ചാർജ് എന്തായിരിക്കും? +3 ആയിരിക്കും. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ അല്ലേ? അപ്പോ കോർഡിനേഷൻ സ്ഫിയർ ആണ് ഇവിടുത്തെ കാറ്റയോൺ. അപ്പൊ അതിന്റെ ചാർജ് എത്രയാണ്? +3 എന്ന് കിട്ടി. ഇനി എനിക്ക് ആരുടെ ചാർജ് കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ മെറ്റൽ ആറ്റം. ആരാ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം? കൊബാൾട്ടിന്റെ ചാർജ് കണ്ടുപിടിക്കണം. അപ്പോ എന്താണ് ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ്? +3 അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോർഡിനേഷൻ സ്ഫിയറിന് എന്തെങ്കിലും ചാർജ് കാണുന്നുണ്ടോ? യെസ്, കോർഡിനേഷൻ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? +3 ആണ്. കോർഡിനേഷൻ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് +3 ആണെങ്കിൽ അത് ആരുടെയൊക്കെ ചാർജ് കൂടി വന്നതാ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് നമുക്ക് അറിയൂല. X പ്ലസ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് പ്ലസ് ലിഗാൻഡിന്റെ ചാർജ്. അപ്പോഴല്ലേ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ്? കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ആളുള്ളത് സെൻട്രൽ മെറ്റൽ ആറ്റം, ലിഗാൻഡ്. കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര കിട്ടി? +3 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ +3 എവിടുന്നാ കിട്ടുക? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് പ്ലസ് ലിഗാൻഡിന്റെ ചാർജ്. എത്ര ലിഗാൻഡ് ഉണ്ട്? 6 ലിഗാൻഡ് അല്ലേ? എത്ര കിട്ടണം? +3 കിട്ടണം. ലിഗാൻഡ് ആരാ അവിടെ? NH3 എങ്ങനെയുള്ള ലിഗാൻഡ് എന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ? ന്യൂട്രൽ അല്ലേ? ന്യൂട്രൽ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് എന്തായിരിക്കും? 0. അപ്പോ ഒരു NH3ന്റെ ചാർജ് എത്ര? 0 ആണ്. 6 NH3ന്റെ ചാർജ് എത്രയായിരിക്കും? 0. അപ്പോ X എന്ന് പറഞ്ഞത് ആരാ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് X ആക്കി എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എത്രയാണ്? +3 ആണ്. NH3ന്റെ ചാർജ് എന്താ? 0 + 0 +3. അപ്പൊ എനിക്ക് X എന്ത് കിട്ടും? +3 എന്ന് കിട്ടും. ഈ +3 എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കൊബാൾട്ട്. അപ്പൊ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എന്ത്? ഞാൻ പേര് ഹെക്സമൈൻ കൊബാൾട്ട് 3. എങ്ങനെ എഴുതേണ്ടത്? റോമൻ ലെറ്ററിലാണ് എഴുതുന്നത്. എങ്ങനെ എഴുതണം? ഹെക്സമൈൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. എന്താണ് ഈ 3? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായി. കുറച്ചും കൂടെ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.